بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا وإما تعرضن عنهم ابتغاء رحمة من ربك ترجوها فقل لهم قولا ميسورا ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا إن ربك يبسط الرزق لمن يشاء ويقدر إنه كان بعباده خبيرا بصيرا صدق الله العظيم. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ആദരണീയരായ അതിഥികളെ, ഞങ്ങളുടെ സമ്മേളനം ശ്രവിക്കാനെത്തിയ അഭിവന്യരായ സഹോദരിമാരെ, മാതാക്കളെ, സർവശക്തന്റെ അനുഗ്രഹവും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനുഷ്യന്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും എന്നതുപോലെ സാമൂഹിക ജീവിതവും ദൈവിക നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിനായി കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. അതോടൊപ്പം തന്നെ പിന്നോക്കങ്ങളിൽ പിന്നോക്കമായ സ്ത്രീ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയും അവരുടെ സർവതോന്മുഖമായ പുരോഗതിക്കും വളർച്ചയ്ക്കും നിതാന്തം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ പ്രസ്ഥാനം. 2010 ജനുവരി 24 കുറ്റിപ്പുറത്ത് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിന്റെ ഐതിഹാസിക സമ്മേളനത്തിന്റെ പ്രഖ്യാപന സമ്മേളനത്തിന്റെ ചരിത്ര നിമിഷത്തിലാണ് നാം ഇപ്പോൾ. കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റ ചരിത്രത്തിൽ നിർണായകമായ ചുവടുവെപ്പാകും ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന ഈ സംസ്ഥാന വനിതാ സമ്മേളനം. മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാനം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ വനിതകളുടെയും സാമൂഹിക ഉന്നമനത്തിനും ഈ സമ്മേളനവും അതിനു മുന്നോടിയായുള്ള ക്യാമ്പയിനുകളും ഈടുവെപ്പാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സമൂഹത്തിൽ സുരക്ഷിതമായും സമാധാനപരമായും നിർഭയമായും ജീവിക്കാനും ഇടപഴകാനുമുള്ള
സ്വാതന്ത്ര്യത്തിന് മാത്രമായല്ല സംസ്ഥാന സമ്മേളനം ശബ്ദമുയർത്തുന്നത്, മറിച്ച് സാമൂഹിക പുനഃസംഘാടനത്തിനുള്ള എല്ലാ പ്രക്രിയയിലും സ്വന്തമായ പങ്കുവഹിക്കാൻ സ്ത്രീ സമൂഹത്തെ കഴിവുറ്റവരാക്കുക എന്നതാണ് ലക്ഷ്യം. സ്വയം നിർണയിക്കപ്പെട്ട സ്ത്രീയെ സമൂഹത്തെ നിർണയിക്കാൻ പര്യാപ്തമാക്കുകയാണ്. സാമൂഹിക വിപ്ലവത്തിന് സ്ത്രീശക്തി എന്ന സന്ദേശവുമായി 2010 ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഈ അർത്ഥത്തിലാണ് പ്രസക്തമാകുന്നത്. അതിന്റെ പ്രഖ്യാപന സമ്മേളനമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഇപ്പോൾ ആതിഥ്യമരളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ ആതിഥ്യം വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളും വനിതാ വിഭാഗത്തിന്റെ അധ്യക്ഷയുമായ സഹോദരി KK ഫാത്തിമ സുഹ്റയാണ്. അവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ ജമാഅത്തെ ഇസ്ലാമി തിരുവനന്തപുരം ജില്ലാ സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് തമിഴ്നാട് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റായ അമത്തുൽ വഹീദ് ഫാഹിറയാണ്. അവരെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സമിതിക്കും ജമാഅത്തെ ഇസ്ലാമി തിരുവനന്തപുരം ജില്ലാ സമിതിയുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. It is my pleasure to extend our hearty welcome to our chief guest, Sister Amatul Wahid Fahira. Sister Fahira, the state president of Tamil Nadu Jamaat Islami Women's Wing, will inaugurate this conference. I welcome Sister Amatul Wahid Fahira to this August conference on behalf of the State Women's Wing of Jamaat Islami Kerala and the District Committee Thiruvananthapuram. ഈ പ്രസംഗത്തിന്റെ പരിഭാഷ നിർവഹിക്കുന്നത് സഹോദരി റസിയ ചാലക്കലാണ്. പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂളിലെ പ്രിൻസിപ്പളായി ചുമതല വഹിക്കുകയാണ് സഹോദരി റസിയ. ശേഷം ഇവിടെ ഈ സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫലി സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന വനിതാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഹോദരി PV റഹ്മാദിയാണ്. അവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുത്ത് നമ്മെ അഭിമുഖീകരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരിയും നമ്മുടെ വിശിഷ്ടാതിഥിയുമായി ഇവിടെ എത്തിയിരിക്കുന്ന സഹോദരി OE ഉഷയാണ്. അവരെ നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ സഹോദരി KK റഹീനയാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശേഷം ഈ പരിപാടിയുടെ സമാപനം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ കൺവീനറായ സഹോദരി EC ആയിഷയാണ്. അവരെ ഞാൻ നമ്മുടെ ജില്ലാ സമിതിയുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് എല്ലാവിധ പ്രയാസങ്ങളെയും ത്യജിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ശബ്ദം ശ്രവിക്കാനായി നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ അയൽ ജില്ലകളിൽ നിന്നുമൊക്കെയായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന അനേകായിരം സഹോദരികളെ നമ്മുടെ സംസ്ഥാന സമിതിയുടെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ സമിതിയുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഖുർആനിൽ നിന്നും അവതരിപ്പിച്ച സഹോദരി ഖുറൈശ, അതുപോലെ തന്നെ നന്ദി പറയുന്ന സംസ്ഥാന സമിതി അംഗം
എച്ച് നുസ്രത്ത് തുടങ്ങിയവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മിലേവരിലും ദൈവരക്ഷയും സമാധാനവും സദാ വർഷിക്കുമാറാവട്ടെ. വിവരണാതീതമായ സന്തോഷം അലതല്ലുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളെ എല്ലാവരെയും അഭിമുഖീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ചാൽ 2010 ജനുവരി 24 ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പുറത്ത് നടക്കാനിരിക്കുന്ന വനിതാ സംസ്ഥാന സമ്മേളനത്തിന്റെ ഔപചാരിക പ്രഖ്യാപനം തലസ്ഥാന നഗരിയിൽ തടിച്ചുകൂടിയിട്ടുള്ള ഈ മഹാസദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് മഹൽ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് സമങ്ങളം നടത്തപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ പ്രഖ്യാപന സമ്മേളനവും തുടർന്ന് നടക്കുന്ന പരിപാടികളും എല്ലാ പരിപാടികൾക്കും പരിസമാപ്തി കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സംസ്ഥാന വനിതാ സമ്മേളനവും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ഈ പ്രഖ്യാപന വേളയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വാഗത പ്രസംഗക സൂചിപ്പിച്ചതുപോലെ 6 പതിറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യ രാജ്യത്ത് പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് അവരുടെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ദൈവിക ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി വളരെ സമാധാനപരമായും ഭരണഘടനാനുസൃതമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാമിനെ കേവല വിശ്വാസമായും കേവല മതമായും കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ജീവിത പദ്ധതിയായി ഇസ്ലാമിനെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഇസ്ലാമിന്റെ എല്ലാ സവിശേഷതകളും കൂടി ഉൾക്കൊള്ളുകയും ഇസ്ലാമിന്റെ നന്മകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആദർശ സമഗ്ര പ്രസ്ഥാനം. മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി, പ്രത്യേകിച്ചും അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിന് വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിമോചന പ്രസ്ഥാനം. തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ അഭിസംബോധന ചെയ്യുന്ന മാനവിക പ്രസ്ഥാനം. അതാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയെ ഈ നിലകളിൽ തന്നെ കേരളീയ സമൂഹം അതിന്റെ ബഹുമുഖ പ്രവർത്തനങ്ങളിലൂടെയും ജനസേവന സംരംഭങ്ങളിലൂടെയും അടുത്തറിഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സമൂഹ സമുദ്ധാരണത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഈ പ്രസ്ഥാനം സമൂഹത്തിന്റെ പാതിയും സമൂഹത്തിന്റെ നിർണായക ശക്തിയുമായ സ്ത്രീകളെ സമുദ്ധരിക്കുവാനും അവരിലുള്ള കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് അവ സാമൂഹിക വിപ്ലവത്തിന് ഒരു ശക്തിയാക്കി മാറ്റുവാനും ആരംഭം മുതലേ ശ്രമിച്ചിട്ടുണ്ട്. പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട നാളുകളിൽ സ്ത്രീ വിഭാഗം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ ഒന്നൊന്നായി ഹനിക്കപ്പെട്ട് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാനാവാതെ അടുക്കളയാകുന്ന കൊച്ചു ലോകത്ത് അന്ധവിശ്വാസ അനാചാരങ്ങളിൽ മുഴുകിക്കഴിയുകയായിരുന്നു. യാഥാസ്ഥിതിക വിഭാഗം സ്ത്രീകളുടെ മേൽ കെട്ടിവെച്ചിട്ടുള്ള എല്ലാ അസ്വാതന്ത്ര്യത്തിന്റെ ചെങ്ങലകളും പൊട്ടിത്തെറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങിയത്. നമുക്കറിയാം, വനിതാ വിദ്യാഭ്യാസത്തിന് സൗകര്യം ഏർപ്പെടുത്തുവാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും സ്ത്രീകളിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുവാനും അവരിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കുവാനും വേണ്ടി വനിതാ മാസികക്ക് തുടക്കം കുറിച്ചുകൊണ്ടും സമൂഹത്തിലുള്ള സ്ത്രീകളെ സാമൂഹിക
സമൂഹമായി വളർത്തിയെടുക്കുവാൻ വേണ്ടി യുവതികളിലും വിദ്യാർത്ഥിനികളിലും പ്രത്യേകമായ ബോധവൽക്കരണ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിനി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടും വനിതാ വിമോചന രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനം നടത്തുകയുണ്ടായി. ആ വനിതാ വിമോചന മുന്നേറ്റ പാതയിലെ ഒരു കുതിച്ചുചാട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നടത്താനിരിക്കുന്ന ഈ സംസ്ഥാന വനിതാ സമ്മേളനം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സമുദ്ധരിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഒന്നാമതായി ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇസ്ലാം സ്ത്രീകൾക്ക് മഹനീയമായ പദവിയും അന്തസ്സും കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അഴിച്ചമർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ വാസ്തവിരുദ്ധമായ ഒരുപാട് ആരോപണങ്ങൾ സമൂഹം അഴിച്ചുവിടുകയായിരുന്നു. ഈ ആരോപണങ്ങൾ, ഈ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ഒരു വലിയ ശക്തിയാണ്. സമൂഹം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾക്കൊള്ളുന്നതാണ്. സമൂഹത്തിന്റെ ഒരു പാതി സ്ത്രീകളാണെങ്കിൽ മറ്റേ പാതി സ്ത്രീകളുടെ മടിക്കെട്ടിലൂടെ വളർന്നു വരുന്ന, സ്ത്രീകൾ പെറ്റുപോറ്റി വളർത്തുന്ന പുരുഷ സമൂഹമാണ്. അപ്പോൾ സ്ത്രീകളുടെ സമൂഹത്തിലുള്ള റോൾ വളരെ വലുതാണ്. സ്ത്രീകളുടെ സഹകരണമില്ലാതെ സമൂഹത്തിൽ ഒരു വിപ്ലവം വരുത്തുക സാധ്യമല്ല. സമൂഹത്തിൽ യഥാർത്ഥത്തിൽ നന്മകൾ സമൂഹത്തിലേക്ക് പ്രസരിക്കുന്നത് കുടുംബിനിയും സമൂഹത്തിന്റെ തലമുറകളുടെ അമ്മയുമായ സ്ത്രീയിലൂടെയാണ്. സമൂഹത്തിൽ മാറ്റം വരുന്നത് ഈ അമ്മയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലകളിലും അനിവാര്യമായ ഒന്നായിരുന്നു. അതാണ് ജമാഅത്തെ ഇസ്ലാമി ഇതുവരെയും നിർവഹിച്ചത്, ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ ശ്രമഫലമായിക്കൊണ്ട് ഇന്ന് സ്ത്രീകൾക്കിടയിൽ ഒരു വലിയ ഉണർവ് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ ഇന്ന് നവോത്ഥാനത്തിന്റെ പാതയിലാണ്. പക്ഷേ വൈജ്ഞാനികമായ ഈ ഉണർവ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള ഒരു ക്രിയാത്മക ശക്തിയാക്കി മാറ്റുവാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിച്ചില്ല. അഥവാ പെൺകുട്ടികൾ വളരെയേറെ വൈജ്ഞാനിക രംഗത്ത് പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നമ്മുടെ പെൺകുട്ടികളുടെ സാന്നിധ്യം വളരെ കുറവാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ വിടവ് നികത്തുവാൻ, അഥവാ സ്ത്രീകളിലുള്ള കഴിവുകൾ വളർത്തിയെടുത്തുകൊണ്ട് അവരിൽ സാമൂഹിക അവബോധം വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ പുനർനിർമ്മിതിയിൽ അവർക്ക് നിർവഹിക്കുവാനുള്ള പങ്കിനെ കുറിച്ച് അവരെ ബോധവതികളാക്കുക, അങ്ങനെ അവരെ ക്രിയാത്മക ശക്തിയാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഈ പദം ഇന്ന് ലോകത്തെ എമ്പാടും പരിചയമുള്ള ഒരു പദമാണ്. എല്ലാവരും ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി കൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയതിന്റെ പിന്നിലും ഇത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ ഇങ്ങനെ ഒരു 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണം സാധിക്കുകയില്ല. മറിച്ച് പിന്നോക്ക വിഭാഗങ്ങളിലുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടി ഇതിലൂടെ ഉറപ്പുവരുത്തുവാൻ സർക്കാരിന് കഴിയേണ്ടതുണ്ട്. ഇതിന് നിയമപരമായ വല്ല തടസ്സവുമുണ്ടെങ്കിൽ ഈ രംഗത്ത് നിയമപരിഷ്കാരം നടത്തിക്കൊണ്ട് ഈ സ്ത്രീ ശാക്തീകരണത്തിന് വളരെ നല്ല ഒരു പരിപാടി എന്ന നിലയ്ക്ക് ഈ സ്ത്രീ സംവരണത്തിന് ശ്രമിക്കേണ്ടതാണ് പ്രസ്ഥാനം. അതുപോലെ തന്നെ സ്ത്രീ വിമോചനം ഇന്ന് വളരെയേറെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. ഇന്ന് അന്താരാഷ്ട്ര തലങ്ങളിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ സ്ത്രീ വിമോചനം എന്ന് പറയുന്നത്. പക്ഷേ പരിധി വിട്ട സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികളാണ് ഇത്തരം ചർച്ചാവേദികളിൽ വരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ ദിശ തെറ്റി സഞ്ചരിക്കുന്നതിനാൽ ഇവ കുരുക്കുകൊള്ളുന്നില്ല, ഇവ ഫലവത്താകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ കൂടുതൽ കണക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ പീഡനങ്ങളുടെ നിരക്ക് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇന്ന് ജീവനോടെ ജനിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ പെൺകുട്ടികൾക്ക് ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരെ നിലവിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രംഗത്തൊക്കെ വ്യക്തമായ ഒരു ദിശ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നൽകാനാവും. അതാണ് ജമാഅത്തെ ഇസ്ലാമി ഈ സംസ്ഥാന വനിതാ സമ്മേളനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ സമ്മേളനം ഈ ലക്ഷ്യങ്ങളോടുകൂടി
എന്തെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ഒരു സംസ്ഥാന പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്? ആ ലക്ഷ്യങ്ങളെല്ലാം സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ സമ്മേളനം വിജയകരമായി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ട ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ നടത്തപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമ്മേളനം ഒരു പുതുമയുള്ള കാര്യമല്ല. ഈർക്കിൽ പാർട്ടി മുതൽ കേഡർ പാർട്ടികൾ വരെ 1,000 പാർട്ടികളുള്ള നമ്മുടെ സംസ്ഥാനത്ത് സമ്മേളനങ്ങളുടെ ഒരു പൊടിപൂരം തന്നെ അരങ്ങേറാറുണ്ട്. പക്ഷേ ഇസ്ലാമിക പ്രസ്ഥാനം നടത്തുന്ന ഈ സമ്മേളനത്തിന് തീർച്ചയായും പുതുമയുണ്ട്. കാരണം അത് വനിതകൾക്ക് വേണ്ടി വനിതകളുടെ ശാക്തീകരണം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു സമ്മേളനമാണ്. ഈ വ്യതിരിക്തതയാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തെ പുതുമയുള്ളതാക്കി തീർക്കുന്നത്. ഈ സമ്മേളനം ആ അർത്ഥത്തിൽ ദൈവം വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേവലം ഒരു സമ്മേളനം നടത്തുക മാത്രമല്ല, സമ്മേളനോപഹാരങ്ങളായിക്കൊണ്ട് കേരളീയ സമൂഹത്തിന് ചിലത് നൽകുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. 5 പ്രധാന മെഡിക്കൽ കോളേജുകളിലെ 5 വനിതാ വാർഡുകൾ നവീകരിക്കുക, ഒരു വിപുലമായ ഫാമിലി കൗൺസിലിംഗ് സെന്ററിനും നിർധനരായ വിധവകൾ കൗൺസിലിംഗ് സെന്ററിന് തുടക്കം കുറിക്കുക, നിർധനരായ വിധവകളുടെ ദത്തെടുക്കൽ പ്രക്രിയക്ക് തുടക്കം കുറിക്കുക. ഇങ്ങനെ ചില പ്രധാന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ കേരളീയ സമൂഹത്തിന്റെ മൊത്തം സഹകരണം ജമാഅത്തെ ഇസ്ലാമിക്ക് അനിവാര്യമാണ്. ആ മുഴുവൻ സമൂഹത്തിന്റെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു നമ്മെ 2 ലോകങ്ങളിലും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. मैं मोहतरमा अमतुल वाहिद फाखिरा साहिबा को दावत देती हूँ. रब्बी इश्रह ली सदरी वयस्सिर ली अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली वमा तौफ़ीक़ी इल्ला बिल्लाह व अलैहि तवक्कलतु व अलैहि अनीब. वल मुअमिनून वल मुअमिनात बाज़ुहुम औलिया बाज़ यामुरून बिल मारूफ़ व यनहून अनिल मुनकर व युक़ीमून अस्सलाता व यूतून अज़्ज़काता व युतीऊन अल्लाह व रसूलहू उलाइका सयरहमुहुमुल्लाह इन्नल्लाह अज़ीज़ुन हकीम. Translation: The believer men and women are protectors one of another. They enjoin when is just and forbid what is evil. They observe regular prayers and practice regular charity and obey God and messenger of them. God will pour his mercy, for God is exalted in power. So, Honorable Chief and members of Jamaat Islami Hind sitting on dais and respected audience, Assalamu alaikum wa rahmatullahi wa barakatuhu. First of all, I thank Allah for giving me this opportunity to come over here and speak and interact with you all. Today, we have great expectations to meet here and equally great responsibilities to fulfill, which calls for sincere dedication in every moment of life. So today's topic was chosen out of conviction that humanity is suffering from various social problems. Therefore, in this multi-dimensional crisis, there is a pressing need, and it's a high time for us for exploring possible solutions for the reconstruction of the society where peace, prosperity and justice prevail. As we know, the position of women in the society is just like soul in the body. But quite frankly, it is a fact that today's woman has been failed to understand about her eminent role and responsibility in the reconstruction of the nation.
And this is a grave reality that no effective step has been taken to reform the unjust social orders existing in our country. So today, we see that women have been denied out of their due places in society, and they are subjected to victimization and exploitation. This is only because of her own ignorance. Today's women do not realize that she is the actual benefactor for the humanity, because we women have lost our values. We are living an aimless life, and if we think, we do, we plan, we struggle, everything for our own self, and we don't take active interest in general human problems. So this nature, selfish nature, is totally condemned in Islam. Prophet ﷺ has said that those who solve others' problems, Allah will solve your problems. So in these circumstances, Jamaat Islami Hind deems it necessary to awaken women from ignorance. 1400 years back, all the evils which we see today were existing at the same time. But for the all evils, solution from the God was first to come out of ignorance, first to read, educate, because educated minds are the best minds to defend problems and to eradicate evils. Educated minds cannot be fooled, cannot be exploited, and cannot be manipulated. So, first and foremost duty is to pull out women from ignorance. I would like to say a small story for just an example. By that, I think we can understand. Once there was a doctor. He used to give treatment to a lady patient, saying that she was having cancer, but actually she didn't have. Since that lady was rich, doctor thought he can collect more and more money from her. So whenever she used to come for an appointment, she used to pay huge amount of money. And doctor was becoming rich and rich. So at that time, doctor sent his own son for medicine.